കേരളത്തിൽ നിന്ന് ഒരാൾ ആദ്യമായിട്ട് നേഴ്സിംഗിന്റെ പഠനത്തിന് വേണ്ടി ഇവിടെ വരാൻ നേരത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോൾ നമുക്ക് ആദ്യം അവിടെ ചെന്നിട്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ആദ്യം തുടക്കത്തില് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നാട്ടില് നമ്മൾ ഹോസ്പിറ്റലില് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, പ്രാക്ടിക്കുമോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ പേഷ്യൻസിന്റെ അടുത്ത് എങ്ങനെ ഇടപഴകണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസെക്യൂർ ആയിരിക്കും. ഞങ്ങളുടെ ഹോസ്പിറ്റലില് ഞങ്ങളായിരുന്നു ആദ്യത്തെ ഇന്ത്യക്കാര്. അപ്പം അവർക്ക് ഞങ്ങൾ ഒട്ടും ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ്, ഞങ്ങളുടെ കൾച്ചർ എന്താണ്, ഞങ്ങളുടെ രീതികൾ എന്താണ് എന്നൊന്നും അവർക്ക് ഒട്ടും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇടപെടുന്നതനുസരിച്ച് അവർക്ക് മനസ്സിലാവും, ഓക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഇത്തിരി. അപ്പൊ ആദ്യം ഇവിടെ വന്നപ്പോ ഇവര് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആദ്യം ഞങ്ങൾക്ക് തിയറി ബ്ലോക്ക് ആയിരുന്നു. തിയറി ബ്ലോക്കിന്റെ സമയത്ത് കുറച്ചങ്ങ് പറഞ്ഞു തന്നു എങ്ങനെയാണ് പ്രാക്ടിക്കൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് പ്രാക്ടിക്കലിലേക്ക് കയറിയപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒരാഴ്ച എടുത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഈ ട്രസ്റ്റ് അനലൈറ്റേഴ്സ് എന്ന് പറയും. വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പറയാം. അവര് നമുക്ക് ഒരാഴ്ച അനലൈറ്റും എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മൾ കാണിച്ചു തന്നു എങ്ങനെയാണ് പേഷ്യൻസിനോട് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ ഈ സ്റ്റേഷനിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ സ്റ്റേഷന്റെ പ്രത്യേകത എന്താണ്, അങ്ങനെ ചില ഞങ്ങൾക്ക് പറഞ്ഞു തന്നു.